ഹലോ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ലഹരിയും അക്രമവും ഒക്കെ ഇങ്ങനെ വ്യാപിച്ച് വർദ്ധിച്ചു വരുന്ന ഒരു സമയത്താണ് ഇന്ന് കേരള നിയമസഭയിൽ വലിയൊരു ചർച്ച നടന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു നല്ല കാര്യമുണ്ട്. ഈ ചർച്ച ഒരു തുടക്കമാകട്ടെ. അതികർക്കശമായ നടപടികളിലൂടെ ഇത്തരം നമ്മുടെ നാട്ടിൽ വളരുന്ന ഈ അക്രമവും അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് വ്യാപനവും തടയാനുള്ള നീക്കങ്ങൾ തുടങ്ങുമെന്നാണ്. എന്തായാലും മുഖ്യമന്ത്രിക്ക് അത് കഴിയട്ടെ, മറ്റുള്ളവർ അതിനോട് പൂർണ്ണ പിന്തുണ നൽകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. പ്രൈം ടൈം ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം വിത്ത് എസ് കെ തുടങ്ങുകയാണ്. പത്തനംതിട്ട തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഇടഞ്ഞ വേണാട്ടുമിറ്റം ഉണ്ണിക്കുട്ടൻ എന്ന ആനയ്ക്ക് മതപ്പാടുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. രാവിലെ മുതൽ തന്നെ ആന അസ്വാസ്ഥ്യം കാട്ടിയെങ്കിലും ക്ഷേത്രം അധികൃതർ തീരെ ഗവനിച്ചില്ല. ക്ഷേത്രം അധികൃതർ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ ആനകൾ ഉണ്ടായിട്ടും അതിനെയെല്ലാം മറികടന്നാണ് അങ്ങനെ ഒരു പ്രൈവറ്റ് ആനയെ നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുന്ന ഉത്സവമാണ് ഇത്. അപ്പം ഇവിടെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്. ആ ഒരു സംവിധാനം പോലും ഇവിടെ ആരും പാലിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ആന എഴുന്നള്ളിച്ചതിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയും കൊടുത്തിട്ടുണ്ട്. വി ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ ടെലഫോണിൽ. ജയശങ്കർ, എന്താണ് സംഭവിച്ചത്? ഈ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ആന ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങളാണ് ഈ ദേവസ്വത്തിനെതിരെ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇടഞ്ഞ ആനയെ വെച്ചുകൊണ്ട് ഒന്നാണ് ഇത്തരത്തിൽ എഴുന്നള്ളിപ്പ് നടത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉണ്ണിക്കുട്ടൻ എന്ന ആന ഈ മതപ്പാട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിന് മുമ്പ് തന്നെ രാവിലെ തന്നെ ഈ ആനയ്ക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ആന നേരിട്ടിരുന്നു. ഈ മതപ്പാടുമായി ബന്ധപ്പെട്ട ലക്ഷങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷെ അധികൃതർ ഇക്കാര്യങ്ങൾ ഗൗനിച്ചില്ല എന്നാണ് നാട്ടുകാരുടെ അനുഭവം. ഒപ്പം തന്നെ ആനയെ ക്ഷേത്രത്തിൽ നിന്നും മാറ്റാൻ തയ്യാറായില്ല. ഇതെല്ലാം തന്നെ വളരെ ഗൗരവകരമായ ആരോപണങ്ങളായിട്ടാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ആവശ്യമായ സുരക്ഷ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ആനയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം തന്നെ ഈ ആനയുമായി ബന്ധപ്പെട്ട ഈ ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കളക്ടർക്കും എസ് പിക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. പ്രശ്നത്തിൽ കൃത്യമായൊരു ഇടപെടൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ആനയെ എഴുന്നള്ളിപ്പിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നാട്ടുകാരുടെ ആരോപണങ്ങൾ ദേവസ്വം ബോർഡ് നിലവിൽ തള്ളുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇത്തരത്തിൽ ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രാഥമികമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. എന്തായാലും നാട്ടുകാരുടെ ആരോപണം വിശദമായി പരിശോധിക്കുമെന്നും ദേവസ്വം ബോർഡ് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പിനിടെ ആന ഇടയുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇതിൽ 6ഓളം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എസ്കെൻ. പക്ഷെ ഇവരുടെ പരിക്ക് ഗുരുതരമായിരുന്നില്ല. കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായതോടുകൂടി തന്നെ വലിയൊരു അപകടം ഒഴിവാകുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് നാട്ടുകാർ ഗുരുതരമായ ഒരു ആരോപണം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ നാട്ടുകാരുടെ ആരോപണങ്ങൾ നിലവിൽ നിഷേധിക്കുന്നുണ്ടെങ്കിലും ദേവസ്വം ബോർഡ് കൃത്യമായി ഈ വിഷയങ്ങളിൽ ഒരു പരിശോധന നടത്തുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ കാര്യവുമായി പരിക്കേറ്റ ആൾക്കാരുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്താണ് ഇപ്പോ? ഈ പരിക്കേറ്റ ആളുകളുടെ അവസ്ഥ നിലവിൽ തൃപ്തികരമാണ്. അവർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ല. 6ഓളം പേർക്കാണ് ഈ ആനയുടെ മുകളിൽ ഇരുന്ന കീശാന്തി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേറ്റിരുന്നു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. ഇവർ തൃപ്തികരമാണ് ഇവരുടെ ആരോഗ്യനില. എന്തായാലും ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ പരിശോധന നടത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ പ്രാഥമികമായി ഈ ആരോപണങ്ങൾ ദേവസ്വം ബോർഡ് നിഷേധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വനംവകുപ്പും പോലീസും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസെടുക്കുന്ന കാര്യവും നിലവിൽ പരിശോധിക്കുകയാണ്. എന്തായാലും കൃത്യമായ ഒരു പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തുടർ തീരുമാനങ്ങൾ ഉണ്ടാവുക. എസ്കെൻ. ഓക്കെ, താങ്ക് യു. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. തൃശൂർ കുന്നംകുളം ചൂണ്ടലിൽ പ്രതിഷ്ഠാ ദിനത്തിനെത്തിച്ച ആന ഇടഞ്ഞു. എഴുത്തുപുരയ്ക്കൽ ഗംഗാപ്രസാദ് എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു. പറയൂ സൂരജ്.
ചൂണ്ടലിൽ പ്രതിഷ്ഠാ ദിനത്തിന് എത്തിച്ച കൊമ്പനാണ് ഇടഞ്ഞത്. പുളിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചാണ് ഗംഗാ പ്രസാദ് എന്ന ആനയെ എത്തിക്കുന്നത്. ആന 3:30 ഇടഞ്ഞു എന്നുള്ളതാണ് ഈ നാട്ടുകാർ തന്നെ പറയുന്നത്. പിന്നീട് 7 മണി വരെ ആന ഈ മേഖലയിൽ പരിഭ്രാന്തി വരുത്തി. പക്ഷേ ഈ നാശനഷ്ടങ്ങളൊന്നും തന്നെ വരുത്തിയില്ല. ഇടഞ്ഞ ആന ഈ റോഡിനോട് ചേർന്ന് നിലയുറപ്പിക്കുകയായിരുന്നു. 7 മണിയോടുകൂടി ആനയെ തളയ്ക്കാനായി എന്നുള്ളതാണ് നമുക്ക് ആശ്വാസകരമായി ലഭിക്കുന്ന വാർത്ത. ഈ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ഈ മണിക്കൂറുകൾ നീണ്ട ശ്രമം നടത്തി. അതിനൊടുവിലാണ് ഈ ആനയെ തളയ്ക്കാനായത്. കുന്നംകുളം പോലീസും ഈ സംഭവം അറിഞ്ഞ് ഈ പ്രദേശത്തെത്തിയിട്ടുണ്ടായിരുന്നു. നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ മേഖലയിൽ നിന്ന് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരമൊക്കെ. ഓക്കെ, താങ്ക് യു സൂര്യസജി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട 3ാം ഘട്ട കരട് പട്ടിക 24-ന് കിട്ടി. വഴിയടഞ്ഞ പ്രദേശങ്ങളിലേക്കുള്ളവരുടെ പട്ടികയാണ് പുറത്തു വന്നത്. 3 വാർഡുകളിലായി 70 കുടുംബങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം പട്ടികയിൽ അപാകത ആരോപിച്ച് ദുരന്ത ബാധിതർ രംഗത്തു വന്നു. വാർഡ് 10-ൽ 18 കുടുംബങ്ങൾ, 11-ാം വാർഡ് മുണ്ടക്കൈയിൽ 37 കുടുംബങ്ങൾ, 12-ാം വാർഡിൽ 15 കുടുംബങ്ങൾ, ആകെ 70 ദുരന്തബാധിത കുടുംബങ്ങളാണ് അവസാനഘട്ട കരട് പട്ടികയിൽ ഇടം പിടിച്ചത്. ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 13 വരെയാണ്. വഴിയില്ലാത്ത പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നവരുടേതാണ് ഈ പട്ടിക. അതേസമയം പട്ടികയിൽ വ്യാപകമായ അപാകതയുണ്ടെന്ന ആരോപണം ദുരന്തബാധിതർ ഉന്നയിക്കുന്നുണ്ട്. 105 കുടുംബങ്ങൾ ഇനി ഉൾപ്പെടുത്താണ് മുണ്ടക്കൈയിൽ. റാട്ടപ്പടി 22, അങ്ങനെ 127 കുടുംബങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ വന്ന ലിസ്റ്റിൽ എന്തോ അറിയില്ല, 36 കുടുംബമാണെന്നത് 50 മീറ്റർ ഉള്ളിൽ വരുന്നവർക്ക് 150 മീറ്റർ അപ്പുറത്തുള്ള വീടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ 50 മീറ്റർ ഉള്ളിലുള്ള വീടുകൾ വന്നിട്ടുമില്ല. അത് എന്തൊക്കെ ഒരു ഉദ്യോഗസ്ഥന്മാരത്തൊന്ന് വീഴ്ച വേണോ, അത് മറ്റുള്ളവർ ഇടപെട്ടതാണെന്നൊന്നും അറിയാൻ കഴിയുന്നില്ല. ഇത്തരത്തിൽ വന്നിട്ട് പക്ഷേ ഞങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ടും മുണ്ടക്കൈ ഉൾപ്പെടും. കാരണം അവിടെ പോകാൻ കഴിയില്ല, ആത്മഹത്യ അവരാണ്. 3ാം ഘട്ട പട്ടികയിൽ ജോൺ മത്തായി കമ്മീഷൻ നിശ്ചയിച്ച പരിധിക്ക് അപ്പുറത്തുള്ള 16 കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാരിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. 1ാം ഘട്ട അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ 242 കുടുംബങ്ങളാണ്. 2ാം ഘട്ടത്തിൽ നോ ഗോ സോൺ പരിധിയിൽപ്പെടുന്ന 81 പേരുടെ കരട് പട്ടിക നേരത്തെ പുറത്തിറക്കിയിരുന്നു. ഇതിന്റെ അന്തിമ പട്ടിക ഇതുവരെ ആയിട്ടില്ല. 3 പട്ടികയിലുമായി 392 കുടുംബങ്ങളെയാണ് ഇതുവരെ പുനരധിവാസത്തിന് പരിഗണിച്ചിട്ടുള്ളത്. 24 വയനാട്. ഹുസൈൻ ചേലാമ്പ്രയുടെ ഒരു കമന്റ് വന്നിരിക്കുന്നു. അതേപോലെ ഏത് നീതിപീഠം രക്ഷപ്പെടുത്തിയാലും ഒരു കുടുംബത്തിൻ്റെ അല്ല, ഒരു സമൂഹത്തിൻ്റെ കണ്ണീരിൻ്റെ ശാപം ഈ ഇരുകാലികൾക്കും ഈ സാമൂഹിക ദ്രോഹികൾക്കും ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമുക്കതൊക്കെ ഒരു വിശ്വാസം മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു കമൻറ്റ് ഒന്ന് പറഞ്ഞ് രണ്ടാമത് വാളെടുക്കുന്ന കുട്ടികൾ, ഒന്ന് കൂക്കി വിളിച്ചാൽ പോലും ഹാലിളകുന്ന കുട്ടികൾ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കുന്നു. ശരിയാണ്, ഒരു കൂകിവിളിയിലാണ് ഈ പ്രശ്നം താമരശ്ശേരിയിൽ ഉണ്ടായത്. തിരുവനന്തപുരം വട്ടപ്പാറയിൽ KSRTC ബസ്സിൽ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നുവെന്ന് പരാതി. പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന ബസ്സിലാണ് ഈ സംഭവം. കോന്നി സ്വദേശി ശിവദാസ് കുമാർ കസ്റ്റഡിയിലായി. അജീഷ് ജയകുമാർ ചേരുന്നു. പറയൂ അജീഷ്. ഇന്ന് രാവിലെ 8:30 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം വട്ടപ്പാറ സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലത്തിലായിരുന്നു ഈ സംഭവം നടന്നത്. റാന്നിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു KSRTC ബസ്. ഈ ബസ്സിൽ യാത്രക്കാരിയായിരുന്നു പത്തനംതിട്ടയിൽ ജോലി നോക്കുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥ. ഈ സമയത്താണ് പിന്നിൽ നിന്ന് ഒരാൾ ശല്യം ചെയ്തത്. മാത്രമല്ല നഗ്നതാ പ്രദർശനവും ലൈംഗിക. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇതിനെക്കുറിച്ച് പരാതി നൽകി കഴിഞ്ഞു. പരാതിയിൽ അധികാരികൾ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അക്രമവും ചർച്ച ചെയ്ത് നിയമസഭ. ലഹരി വ്യാപനം തടയാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച മുഖ്യമന്ത്രി പുതിയ തലമുറ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചു. ചർച്ച മാത്രം പോരെന്നും അക്രമവും ലഹരിയും തടയാൻ ആക്ഷൻ പ്ലാൻ വേണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. അവന്റെ കണ്ണൊന്ന് പോയി നോക്ക്, കണ്ണൊന്നുമില്ല. സാർ, ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശമാണ്. താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ മരണവും സംസ്ഥാനത്തെ അക്രമ സംഭവങ്ങളും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. സംസ്ഥാനത്ത് ലഹരി വ്യാപനം കൂടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആർക്ക് വേണമെങ്കിലും 15 മിനിറ്റ് കേരളത്തിലെ ഏത് സ്പോട്ടിൽ വേണമെങ്കിലും ഏത് തരത്തിലുള്ള ഡ്രഗ്സും കിട്ടും. ലഹരിക്കെതിരെ ഉപദേശം മാത്രം പോരെന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാർ ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നാൽ കൂടെ നിൽക്കുമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ഉറപ്പ്. ലഹരി വ്യാപനം തടയാൻ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. പുതിയ തലമുറയുടെ സമ്മർദ്ദവും ഒറ്റപ്പെടലും സൂചിപ്പിച്ച് മുഖ്യമന്ത്രി, നമ്മുടെ ഇളം തലമുറ വല്ലാതെ അസ്വസ്ഥമാണ്. അതാണ് ഒരു പ്രത്യേകത. അക്രമ സംഭവങ്ങളിൽ സിനിമകളുടെയും സീരിയലിന്റെയും സ്വാധീനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പരാമർശിച്ചത്
ആവേശം എന്ന സിനിമയെക്കുറിച്ചായിരുന്നു. പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു, ആ എടാ മോനെ എന്ന് വിളിക്കുന്നൊരു രംഗമില്ലേ സിനിമയിലെ അപ്പോൾ എടാ മോനെ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത്. പിന്നെ അയാളൊരു റൗഡിയാണ്, മറ്റേയാളെ കുട്ടികളെ അത് കണ്ടിട്ട് കുട്ടികള് ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു. സെൻസർ ബോർഡ് എന്താണ് പരിശോധിക്കുന്നതെന്നും മുഖ്യമന്ത്രി. ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പ്രശംസിക്കുകയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ വിമർശിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ നിലപാടും ശ്രദ്ധേയമായി. വിവിധ മേഖലകളിലുള്ളവരെ ചേർത്ത് ഇക്കാര്യത്തിൽ വിശാലമായ ആലോചനാ യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 24 തിരുവനന്തപുരം. കണ്ണൻ്റെ ഒരു യൂട്യൂബ് കമൻറ്റ്, അദ്ദേഹം പറഞ്ഞു അരിമണി ഇട്ട് കുറിക്കാനില്ല തരിവളയിട്ട് നടക്കാൻ മോഹം. എൻ്റെ കമൻറ്റൊന്നും വായിക്കുന്നില്ല, എല്ലാ ദിവസവും എഴുതി കൈ തളർന്നു എന്നാണ് കണ്ണൻ പറയുന്നത്. എന്തായാലും കവിത അയച്ചാൽ നന്നായി. അടിയന്തര പ്രമേയ ചർച്ചയുടെ തുടക്കത്തിൽ നാടകീയ സംഭവങ്ങൾക്ക് സാക്ഷിയായി ഇന്ന് നിയമസഭ. രമേശ് ചെന്നിത്തല വിഷയം അവതരിപ്പിക്കുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായി ഇടപെട്ടു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് അദ്ദേഹത്തെ സംബോധന ചെയ്ത് അദ്ദേഹത്തിനെ പ്രകോപിതനാക്കിയെന്ന് തോന്നുന്നു. പിന്നാലെ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നു. കാണാം നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും തമ്മിൽ കൊമ്പ് കോർത്തത്. സർ, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്? അദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇപ്പൊ യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ? യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണോ ശരിയായ രീതി? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അങ്ങ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഡിബേറ്റ് സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട. ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത്. ഗവൺമെന്റ് വളരെ ഓപ്പണായി ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനുള്ള ഒരു അവസരം എന്ന രീതിയിൽ ചർച്ചയെ മാറ്റുമ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഈ നാടിനെ അപകടത്തിലേക്കാക്കാൻ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സ്വീകരിച്ചത്. അദ്ദേഹം ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എങ്ങനെ കൊയ്യാമെന്ന ദുഷ്ടലാക്കാണ്. മിസ്റ്റർ ചീഫ് മിനിസ്റ്ററിനെ വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല. 2016 മുതൽ 21 വരെയുള്ള 5 വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ്. അത് കേൾക്കാത്ത ആളല്ല ഞാൻ. അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം മേൽമുറി മുട്ടിപ്പടിയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്ന് വാർത്ത വരുന്നുണ്ട്. നിയന്ത്രണം വിട്ട കാർ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച സ്കൂട്ടറിൽ വന്നിടിക്കുകയായിരുന്നു. ഇന്ന് 4 മണിയോടെയാണ് അപകടം ഉണ്ടായത്. മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ നമുക്കൊപ്പം ചേരുന്നു. ബിപിൻ സി വിജയൻ പറയും. SKN 2 കോളേജ് വിദ്യാർത്ഥികൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഇന്ന് 4 മണിയോട് കൂടിയാണ് മേൽമുറി മുട്ടിപ്പടിയിൽ വെച്ച ഈ അപകടം ഉണ്ടാകുന്നത്. ജെംസ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. അവർ പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് പൂക്കോട്ടൂർ ഭാഗത്തേക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ മലപ്പുറം ഭാഗത്തേക്ക് വരികയായിരുന്നു, അതായത് എതിർദിശയിൽ വരികയായിരുന്ന കാറിന് അത് നിയന്ത്രണം തെറ്റി ഈ ബൈക്കിനെ ഇടിക്കുകയായിരുന്നു. ആ ഇടിയുടെ ആഘാതത്തിലാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. പരിക്കേറ്റ സിദാൻ എന്നുള്ള വിദ്യാർത്ഥി ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിദ്യാർത്ഥിക്കാണ് കൂടുതലായി കൂടുതൽ പരിക്കേറ്റിരിക്കുന്നത്. മറ്റൊരു വിദ്യാർത്ഥി ഇപ്പോൾ കോട്ടക്കൽ ആശുപത്രിയിലും ചികിത്സ തേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വളരെ നടുക്കമുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. കാരണം കാറ് ഇടിച്ചതിന് ശേഷം അത് തലകീഴായി മറിയുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കും നിസാര പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ സ്ഥിരീകരിച്ചിട്ടില്ല. കൂടുതൽ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ്. SK. ഓക്കെ, താങ്ക് യു. കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം ചമലിൽ മയക്കുമരുന്ന് ലഹരിയിലെ മൂത്ത സഹോദരൻ അനുജന്റെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചു എന്ന വാർത്തയുണ്ട്. 23-കാരനായ അഭിനന്ദനാണ് പരിക്കേറ്റത്. ചമൽ കാരാപ്പറ്റ ക്ഷേത്രത്തിലെ കുരുതിത്തറയിലെ വാളെടുത്ത് വീട്ടിലെത്തിയാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. ഷഹദ് റഹ്മാൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. പറയൂ ഷഹദ് പറയൂ.
എസ്കേൻ, ഇന്ന് ഏകദേശം 5:15 കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ആക്രമണത്തിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഏട്ടൻ ലഹരിക്ക് അടിമയാണ്. അങ്ങനെ ഈ ലഹരി മുക്ത കേന്ദ്രത്തിൽ കൊണ്ടുപോയി ആക്കുന്നു. അതിൽ പക പൂണ്ടുകൊണ്ടാണ് അനിയനെ വീട്ടിൽ വന്ന ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് ഈ വാളെടുത്ത് കൊണ്ടുവന്ന് തലക്ക് വെട്ടി പരിക്കേൽപ്പിക്കുന്നത്. കൃത്യസമയത്ത് വീട്ടുകാർ ഇത് കാണുകയും പിടിച്ചു മാറ്റുകയും ചെയ്തതുകൊണ്ട് വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളിലേക്കോ പോയിട്ടില്ല. ഉടൻ തന്നെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഏകദേശം 6ഓളം സ്റ്റിച്ചിട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അഭിനന്ദ് 23 വയസ്സാണ്. അഭിനന്ദ് കൂടി നേതൃത്വം നൽകിക്കൊണ്ടാണ് ഈ ഏട്ടനെ ലഹരിമുക്ത കേന്ദ്രത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ പക പൂണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം. UAE-യിൽ ഇന്ത്യൻ യുവതിയുടെ വധശിക്ഷ നടപ്പിലാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയാണ്. കുഞ്ഞു മരിച്ച കേസിലാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഷഹ്സാദിയുടെ വധശിക്ഷ നടപ്പാക്കിയത്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഒരു ഇടപെടൽ ഒക്കെ നടന്നിരുന്നു ഇന്ത്യയിൽ നിന്ന്. എന്താണ് ഏറ്റവും അവസാന അപ്ഡേറ്റ്? ഈ വിഷയത്തിൽ ആവശ്യമായ എല്ലാ സഹായങ്ങളും ആവശ്യമായ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. 4.5 മാസം പ്രായമായ കുഞ്ഞ് മരിച്ച കേസിലാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള 23-കാരിയായ ഷഹസാദി ഖാന്റെ വധശിക്ഷ UAE-യിൽ നടപ്പാക്കിയിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 15-ന് വധശിക്ഷ നടപ്പാക്കിയെന്നാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതിയെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഷഹസാദി ഖാന്റെ പിതാവാണ് വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുകയും ഇവരുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ഇടപെടൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും അതിനാവശ്യമായ നിർദ്ദേശം കോടതി നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് വധശിക്ഷ നടപ്പാക്കി കഴിഞ്ഞതായി UAE അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം ഹൈക്കോടതിയെ അറിയിച്ചത്. തുടർന്ന് ഈ ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയായിരുന്നു. ഈ രാജ്യത്തെ അല്ലെങ്കിൽ UAE-യിലെ നിയമമനുസരിച്ചാണ് ഈ വധശിക്ഷ നടപ്പാക്കിയതെന്നാണ് ഇന്ത്യൻ എംബസിയെ UAE അറിയിച്ചത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയം ഹൈക്കോടതിയിൽ. നേരത്തെ ഈ ഷഹസാദിയുടെ പിതാവ് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട സെപ്റ്റംബറിൽ കത്തയച്ചിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത. വടകര വില്യാപ്പള്ളിയിൽ +2 വിദ്യാർത്ഥിനിയെ വീടിനകത്ത് തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തി. വടകര പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ അനന്യയാണ് മരിച്ചത്. 17 വയസ്സ് പ്രായമുണ്ടായിരുന്നു. വീട്ടുകാർ പുറത്തുപോയി തിരിച്ചു വന്നപ്പോഴാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടത്. വൈകുന്നേരം 6:30 മണിക്കാണ് ഈ സംഭവം. സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിന് പിന്നാലെ തീപിടുത്തവും വർദ്ധിക്കുന്നു. മലപ്പുറം ജില്ലയിൽ 2 മാസത്തിനിടെ 196 കാട്ടുതീ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മുൻ വർഷങ്ങളെക്കാൾ വളരെ കൂടുതലാണിതെന്നാണ് അഭിപ്രായം. ജാഗ്രത വേണമെന്ന് ഫയർഫോഴ്സ് മുന്നറിയിപ്പ് കൊടുത്തു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. എല്ലാ വർഷങ്ങളിലും വേനൽക്കാലങ്ങളിൽ ഇതണക്ക് കാട്ടുതീ ഉണ്ടാവാറുണ്ട്. കാട്ടുതീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൻ പ്രദേശങ്ങളിൽ കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും പലരും കൃഷിയൊന്നും ചെയ്യാതെ കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. അവരവർ തന്നെ അത് വൃത്തിയാക്കി ഇടുകയെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമുണ്ടാകത്തില്ല. കൺട്രോൾഡ് ബേണിംഗ് ആയിട്ട് അത് വേനലിന് മുമ്പ് അത് വെട്ടിക്കൂട്ടിയിട്ട് അത് കത്തിച്ച് കളയുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഫയർ യഥാർത്ഥത്തിൽ ഇത് ഫയർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവരവരെ സംരക്ഷിക്കാൻ വേണ്ടി ഫയർ ലൈൻ തെളിച്ചിടണം. ഫയർ ലൈൻ തെളിച്ചിടുകയെന്നുണ്ടെങ്കിൽ ഒരിടത്തുണ്ടായാൽ തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകത്തില്ല. അപ്പോൾ ഇതങ്ങനെ ഫയർ ലൈനും തെളിച്ചിട്ട് അതുപോലെ നമ്മൾ വേനലിന് മുമ്പ് കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 12 മണി മുതൽ 3 മണി വരെ ഒരു കാരണവശാലും ഒരു കരിയിലേക്ക് പോലും തീയിടാൻ പാടില്ല. 12 മണി മുതൽ 3 മണി വരെ ഭയങ്കര ചൂടാണ്. ആ സമയത്ത് കരിയിലേക്ക് തീയിട്ട് പലയിടത്തും തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ചെയ്യാമെന്ന് പറഞ്ഞാൽ വേനൽക്കാലത്തിന് മുമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിച്ച് അല്ലെ കൺട്രോൾഡായിട്ട് അല്ലെങ്കിൽ നമ്മൾ അടുത്ത് തന്നെ വെള്ളമൊക്കെ എടുത്ത് വെച്ചും കൊണ്ടത് തീ കത്തിച്ച് കളയുക എന്നുള്ളതാണ് ചെയ്യാവുന്നത്. ജനുവരി മുതലേ ഈ പ്രാവശ്യം തുടങ്ങിയിട്ടുണ്ട് വേനൽ. അപ്പം ഇനി അടുത്ത മാസങ്ങളിൽ മഴ പെയ്തില്ലെന്നുണ്ടെങ്കിൽ സാഹചര്യം കൂടുതൽ വഷളാവും. മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ ചേരുകയാണ്. പറയൂ ബിപിൻ. ഓരോ ദിവസം കഴിയും തോറും ചൂട് വർദ്ധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ഫയർ ഓഫീസർ കൂടി പറയുന്നത്. കാരണം തീപിടുത്തത്തിന്റെ തോത് അത് കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. കാരണം ഒരു മാർച്ച് പകുതി ഏപ്രിൽ മാസത്തോടു കൂടിയാണ് കൂടുതൽ ഇത്തരം കേസുകൾ വരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ജനുവരി ഫെബ്രുവരിയിലെ കണക്കുകൾ മാത്രം കാട്ടുതീയിൽ മാത്രം ഒരു 196 കേസുകളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ മലപ്പുറം സ്റ്റേഷൻ പരിധിയിലാണ്. 44 കേസുകളും മലപ്പുറത്തിന് അകത്താണ്. ഇപ്പോൾ ഓഫീസർ പറഞ്ഞു
പറഞ്ഞ തന്നെ ഇത് കാട്ടുതീ എന്ന് പറയുമ്പോൾ നാട്ടിലുള്ള വെട്ടിത്തെളിച്ചിടാത്ത പ്രദേശങ്ങൾ പെട്ടെന്ന് തന്നെ തീ പിടിക്കുകയും പിന്നീട് അത് നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മുഴുവനായും നശിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് കൂടി അത് പടരാൻ ഇടവരുത്തും. ഒപ്പം തന്നെ പലപ്പോഴും ഇതിനെ ഒരു കാരണം കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ അവിടേക്ക് പോകുന്ന ജനങ്ങളുടെ ഒരു അശ്രദ്ധ കൂടി ഉണ്ടാകും. ചെറിയ തീയൊക്കെ ഇട്ടും അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിക്കോൽ വലിച്ചെറിയുകയോ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളായിരിക്കാം പിന്നീട് അവിടെ വലിയ തീപിടുത്തത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം. ഇനിയിപ്പോൾ മാർച്ച് തുടങ്ങിയിരിക്കുന്നു. ഇനിയുള്ള മാസങ്ങളിൽ ഒരു ദിവസം തന്നെ 5-ലേറെ കേസുകളാണ് ഫയർഫോഴ്സിലേക്ക് ഫോൺ കോളുകളായി വരുന്നത്. അതിൻ്റെ അളവ് കൂടാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്ത് പ്രത്യേക ജാഗ്രത വേണമെന്നുള്ളതാണ് ഫയർഫോഴ്സ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു വിപിൻ സി വിജയൻ. ഇപ്പോൾ ഇങ്ങനെ അക്രമത്തിൻ്റെയും ലഹരിയുടെയും മരണത്തിൻ്റെയൊക്കെ വാർത്ത വായിച്ച് ഞാൻ കൊടഞ്ഞു തുടങ്ങി എന്ന് വേണം പറയാം. ഇനിയൊരു വാർത്തയും അതേപോലെ തന്നെ ഷഹദ് റഹ്മാൻ അറിയിക്കുന്ന ഒരു വാർത്തയാണ്. കോഴിക്കോട് പറമ്പിൽ ബസാറിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വാടക വീട്ടിൽ താമസത്തിനെത്തിയ യുവാവാണ് മരിച്ചത്. ഭാര്യ വാടക വീട്ടിൽ വന്ന് നോക്കുമ്പോൾ മരിച്ച നിലയിൽ ഭർത്താവിനെ കാണുകയായിരുന്നു. വൈകുന്നേരം 7 മണിക്കാണ് ഇന്ന് ഈ സംഭവം നടന്നത്. ഇനി പത്തനാപുരം കലഞ്ഞൂർ പാടത്ത് കൊല്ലപ്പെട്ട വൈഷ്ണവിയുടെയും വിഷ്ണുവിൻ്റെയും മരണകാരണം കഴുത്തിൽ ആഴത്തിലേറ്റ മുറിവെന്ന് പോലീസ്. കൂടലിൽ പ്രതി ബൈജുവിൻ്റെയും ബന്ധുക്കളുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് പറയുന്നു. ബൈജുവിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി AV ജയശങ്കർ ചേരുന്നു. പറയൂ ജയശങ്കർ. ഈ കലഞ്ഞൂർ പാടത്തെ കൂട്ടക്കൊലപാതകത്തിൽ മരണകാരണം കഴുത്തിൽ ആഴമേറിയ മുറിവെന്നാണ് നിലവിൽ പോസ്റ്റ്മോർട്ടത്തിലും മറ്റും ലഭ്യമാകുന്ന വിവരം. വൈഷ്ണവയും ഒപ്പം തന്നെ വൈഷ്ണവും ഈ മരണം സംഭവിക്കുന്നത് ഇത്തരത്തിൽ കഴുത്തിൽ ഏറ്റ വെട്ടുമൂലമെന്ന പോസ്റ്റ്മോർട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം. ഈ ബന്ധുക്കളുടെയും ഒപ്പം തന്നെ ഈ പ്രതി ബൈജുവിന്റെയും മൊഴി പോലീസ് വീണ്ടും വിശദമായി രേഖപ്പെടുത്തും. കാരണം ബൈജുവും ബന്ധുക്കളും നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് കൂടൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നൽകുന്ന വിശദീകരണം. കാരണം ബൈജു ഇത്തരത്തിൽ ഭാര്യയോടുള്ള സംശയം മൂലമാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയെന്ന് പറയുന്നു. പക്ഷേ ബന്ധുക്കൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഇരു കൂട്ടരും തമ്മിൽ ഉണ്ടായിരുന്നില്ല. വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഈ വൈഷ്ണവും ബൈജു ഒക്കെ എന്നാണ് ഈ ബന്ധുക്കൾ പോലീസിന് നിലവിൽ നൽകിയിരിക്കുന്ന മൊഴികൾ. എന്തായാലും ഈ പ്രതി ബൈജുവിനെ നിലവിൽ പോലീസ് 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പോലീസ് വരും ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് ഉൾപ്പെടെ പൂർത്തീകരിച്ച് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ പൂർത്തീകരിച്ച് മരിച്ച 2 പേരുടെയും ഭൗതിക ദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 11 കൂടിയാണ് വൈഷ്ണവിയെയും വിഷ്ണുവിനെയും ഇത്തരത്തിൽ ക്രൂരമായി ബൈജു വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തുന്നത്. വാൾ ഉപയോഗിച്ചുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. എന്തായാലും ഇതിന്റെ മരണകാരണം കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ്. ഇതുമൂലം രക്തം വലിയ തോതിൽ നഷ്ടപ്പെട്ടാണ് ഈ മരണം സംഭവിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസ് വിശദമായ അന്വേഷണത്തിനാണ് ഒരുങ്ങുന്നത്. കാരണം ഈ മൊഴികൾ ഉൾപ്പെടെ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കൃത്യതയും വ്യക്തതയും വരുത്താനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. എന്തായാലും വരും ദിവസങ്ങളിൽ തെളിവ് ഉൾപ്പെടെ നടത്തി വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഓക്കെ, താങ്ക് യു. സംസ്ഥാന സർക്കാരിനെതിരെ നിയമസഭയിലേക്ക് ആശാ വർക്കേഴ്സിന്റെ മാർച്ച്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടന്ന ആശാ വർക്കേഴ്സാണ് നിയമസഭയിലേക്ക് ഇന്ന് മാർച്ച് നടത്തിയത്. സമരക്കാർക്ക് പിന്തുണയുമായി സംസ്ഥാന വ്യാപകമായി കോൺഗ്രസും ഇന്ന് പ്രതിഷേധം നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന രാപകൽ സമരത്തിന് 22ാം ദിവസമാണ് നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചത്. 1000-ഓളം ആശാ വർക്കേഴ്സ് സമരത്തിൽ പങ്കെടുത്തു. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിക്കുന്നുവെന്ന് സമരക്കാർ. ഓണറേറിയം വർദ്ധിപ്പിച്ചു തരേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ? അവരാണ് തരുന്നതെന്നല്ല അവർ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് 21,000 രൂപക്കാന്ന് പറഞ്ഞ അവരല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അവർക്കെതിരെ സമരം നടത്തുന്നത്. KK രമ MLA മാർച്ചിന് ഐക്യദാർഢ്യവുമായി എത്തി. ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും മറ്റിടങ്ങളിൽ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കുമായിരുന്നു കോൺഗ്രസിന്റെ മാർച്ച്. എല്ലാ ദിവസവും ആശാ വർക്കർമാരാണ് കേരളത്തിന്റെ പൊതുശത്രുക്കൾ എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഇവരെ ശത്രുക്കളായി കണ്ട അവർക്കെതിരായിട്ടുള്ള പ്രസ്താവനകളാണ് ഇറക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയാണ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ സംസാരിച്ചത്. ആശാ വർക്കേഴ്സിന് രാജ്യത്ത് ഏറ്റവും അധികം ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണെന്നും മന്ത്രി ആവർത്തിച്ചു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ. ആ ഓണറേറിയം മാത്രമല്ല, അപ്പോൾ തെറ്റായിട്ട് അതും വ്യാഖ്യാനിക്കുന്നുണ്ട്. സർ, ഓണറേറിയം മാത്രമാണ്, അങ്ങനെയല്ല. ഓണറേറിയം കൂടാതെ
3000 രൂപ ഫിക്സ്ഡ് ഇൻസെന്റീവ് ഉണ്ട് സർ. മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആക്ഷേപിച്ച് CITU നേതാവ് പ്രസംഗം നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് സുരേഷ് ഗോപി കുട മാത്രമാണോ കൊടുത്തതെന്ന് അറിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ്. കേന്ദ്ര സർക്കാരിനെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ ആശാ വർക്കേഴ്സ് നടത്തിയ സമരത്തിലായിരുന്നു ഗോപിനാഥിന്റെ പരാമർശം. സമര നായകൻ സുരേഷ് ഗോപി എത്തുന്നു സമര കേന്ദ്രത്തിൽ. എല്ലാവർക്കും കൊട കൊടുക്കുന്നു. കൊട കൊടുക്കുകയാണെങ്കിൽ ഉമ്മയും കൂടി കൊടുത്തോന്ന് അറിയാൻ പാടില്ല. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആരോ 1-2 പേര് പരാതിപ്പെട്ടോടുകൂടി ഉമ്മ കൊടുക്കൽ നിർത്തിയെന്ന് തോന്നുന്നു. ഇപ്പൊ കൊട കൊടുക്കുക കേന്ദ്രമന്ത്രി. കൊട കൊടുക്കുന്നതിന് പകരം ഈ ഓണറിയത്തിന്റെ കാര്യത്തിൽ പാർലമെന്റിൽ പറഞ്ഞ് എന്തെങ്കിലും നേടിക്കൊടുക്കണ്ടേ? ആ ഓഫറുമായിട്ട് വേണ്ടേ ആ സമരപന്തലിൽ വരാൻ? അങ്ങനെയല്ലേ BJPയും കോൺഗ്രസും ചെയ്യേണ്ടത്? സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെ മോശം ഭാഷയിൽ വിമർശിക്കുന്നത് ശരിയല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സമരങ്ങളുടെ ന്യായം അന്യായം എല്ലാം ഉണ്ടാകാം. പക്ഷേ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കണം. വിമർശിക്കുമ്പോൾ അതിൻ്റെ ഭാഷ പ്രധാനപ്പെട്ട ഒന്നാണ്. സമരം ചെയ്യുന്നവരെ അതിൻ്റെ പേരിൽ നമ്മൾ പരിഹാസ്യമായ വാക്കുപയോഗിച്ച് വിമർശിക്കുന്നത് പലപ്പോഴും ഇടതുപക്ഷ സംസ്കാരത്തിൻ്റെ നന്മകളെ പ്രതിഫലിപ്പിക്കുന്നില്ല. KN ഗോപിനാഥ് പരാമർശം പിൻവലിക്കണമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് തദ്ദേശ വാർഡ് പുനർവിഭജനത്തിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. സംസ്ഥാന സർക്കാർ നടപടികൾ ശരിവെച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ കോൺഗ്രസും ലീഗുമാണ് ഇപ്പോൾ അപ്പീൽ നൽകിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. SKN സംസ്ഥാനത്തെ 8 നഗരസഭകളിലെയും ഒരു ഗ്രാമപഞ്ചായത്തിന്റെയും മണ്ഡല പുനർനിർണയത്തിന്റെ വിഷയത്തിലാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. കോൺഗ്രസും ലീഗും ഭരിക്കുന്ന നഗരസഭകളും ഗ്രാമസഭയുമാണ് ഈ അപ്പീൽ നൽകിയിരിക്കുന്നത്. നേരത്തെ മുനിസിപ്പാലിറ്റി നിയമവും ഒപ്പം തന്നെ പഞ്ചായത്തി രാജും ഭേദഗതി ചെയ്തുകൊണ്ട് ഈ മണ്ഡല പുനർനിർണയം നടപ്പാക്കിയ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ഈ പഞ്ചായത്തുകളും നഗരസഭയും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ നടപടി നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തുകയും നടപടി റദ്ദാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുകയും സംസ്ഥാന സർക്കാരിന്റെ നടപടി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയുമായിരുന്നു. തുടർന്ന് സംസ്ഥാന സർക്കാർ ഇതിന്റെ ഒരു ആശ്വാസത്തിലിരിക്കെയാണ് ഇപ്പോൾ ഈ വിഷയം സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ ശരിവെച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. മറ്റൊരു വാർത്തയിലേക്ക്. താമരശ്ശേരിയിൽ മരിച്ച 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് ഉൾപ്പെടെയുള്ള തെളിവുകൾ ഇന്ന് കോടതിയിൽ പോലീസ് ഹാജരാക്കി. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധങ്ങൾക്കിടെ ഷഹബാസ് വധക്കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികൾ ഇന്ന് SSLC പരീക്ഷ എഴുതി. വെള്ളിമാട് കുന്നിലെ ജുവൈനൽ ഹോമിൽ പ്രത്യേകം സജ്ജീകരിച്ച കേന്ദ്രത്തിലായിരുന്നു പരീക്ഷ നടത്തിയത്. ഒന്നാം പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ നഞ്ചക്ക് മറ്റു പ്രതികളുടെ മാതാപിതാക്കളിൽ നിന്നും പിടിച്ചെടുത്ത 4 മൊബൈൽ ഫോണും ഒരു ലാപ്ടോപ്പും അടക്കമാണ് ഇന്ന് താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ഒന്നാം പ്രതിയുടെ പിതാവിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെങ്കിലും ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെത്താനായില്ലെന്ന് പോലീസ് പറയുന്നു. ഒരു കേസിലെ പ്രതി അയാൾക്ക് മുൻ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ പോലും പുതിയതായിട്ടുണ്ടാക്കുന്ന കേസിലേക്ക് അത് പരിഗണിക്കരുതെന്നാണ്. എന്നിരുന്നാലും ഉണ്ടെങ്കിൽ അയാളുടെ ഈ കേസിലേക്ക് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ ഉപകരിക്കുന്നത് എടുക്കുക. പ്രതികളായ 5 വിദ്യാർത്ഥികളെ SSLC പരീക്ഷ എഴുതിച്ചതിൽ പ്രതിഷേധിച്ച് KSUവും MSFും യൂത്ത് കോൺഗ്രസും ജുവനൽ ഹോമിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 2 തവണ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മതിൽ ചാടിയ പ്രവർത്തകർ ഉൾപ്പെടെ 80 പേരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ നടത്താനായിരുന്നു തീരുമാനമെങ്കിലും പ്രതിഷേധം കണക്കിലെടുത്താണ് ജുവനൽ ഹോമിൽ പരീക്ഷാ കേന്ദ്രമൊരുക്കിയത്. പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ പരസ്യമായ പ്രതിഷേധം വിവിധ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ വിവിധ ഹാഷ്ടാഗുകളോടെ ഓൺലൈൻ പ്രതിഷേധങ്ങളും തുടരുകയാണ്.
പരീക്ഷ അവസാനിക്കുന്നതുവരെ ഈ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയാണ്. കോന്നി മെഡിക്കൽ കോളേജിൽ വീണ്ടും പരിഭ്രാന്തി ഉണ്ടാക്കിയ കാട്ടുപോത്ത്. ദൃശ്യങ്ങൾ 24 കിട്ടി. കഴിഞ്ഞ ദിവസങ്ങളിലും മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു. തുടർച്ചയായി കാട്ടുപോത്ത് ഇറങ്ങുമ്പോഴും വനംവകുപ്പിന് പ്രശ്നപരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. എൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലൂടെയാണ് കാട്ടുപോത്ത് പാഞ്ഞു നടക്കുന്നത്. ആ ദൃശ്യം പ്രേക്ഷകർ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. AV ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, പറയൂ. SKN വൈകിട്ടോടുകൂടി അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ കോന്നി മെഡിക്കൽ കോളേജിന്റെ പ്രധാന കവാടത്തിലൂടെ കാട്ടുപോത്ത് ഇറങ്ങുന്ന ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി കാട്ടുപോത്ത് നിരന്തരം ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ രോഗികളെ സംബന്ധിച്ചും കുത്തിരിപ്പുകാരെ സംബന്ധിച്ചും ഒക്കെ ഇത് വലിയ തോതിലുള്ള ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. പക്ഷേ വളരെ ആരോഗ്യകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാട്ടുപോത്ത് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ആളുകൾക്കുൾപ്പെടെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അപ്പോഴും തുടർച്ചയായി കാട്ടുപോത്ത് ഇറങ്ങുമ്പോഴും വനം വകുപ്പിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാനാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെയും ഒപ്പം ഈ ആശുപത്രിയിലേക്ക് വരുന്ന രോഗികളുടെയും മറ്റും ആക്ഷേപം. എന്തായാലും ഇറങ്ങിയ കാട്ടുപോത്ത് അല്പസമയത്തിനകം തന്നെ തിരിച്ച് കാട് കയറുമെന്നൊരു പ്രതീക്ഷയാണ് ഈ ഹോസ്പിറ്റലിലുള്ള ആളുകൾക്കൊക്കെ ഉള്ളത്. കാരണം പതിവായി ഇത്തരത്തിൽ ഇറങ്ങുന്ന കാട്ടുപോത്തുകൾ ഈ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലെ പുല്ലും മറ്റും ഭക്ഷിച്ച ശേഷം തിരിച്ച് കാട് കയറുന്നതാണ് ഒരു പതിവ്. എന്തായാലും ഈ മെഡിക്കൽ കോളേജിന് സമീപത്ത് തന്നെയാണ് ഇത്തരത്തിൽ വനമേഖല ഉള്ളത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ കാട്ടുപോത്ത് തിരിച്ചു പോകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. എന്തായാലും നിലവിൽ ഈ കാട്ടുപോത്ത് വലിയ തോതിലുള്ള പരിഭ്രാന്തി ആളുകളിൽ സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. SKN. ഓക്കെ, താങ്ക് യു. കോന്നി മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലേക്ക് കാട്ടുപോത്ത് കയറി ചെന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരവും നമുക്ക് കിട്ടിയ ദൃശ്യങ്ങളും. കാസർഗോഡ് കൊന്നക്കാട് രാജവെമ്പാലയെ പിടികൂടി. 12 അടി നീളമുള്ള രാജവെമ്പാലയാണ് പിടികൂടിയത്. കൊന്നക്കാട് സ്വദേശി വിജയൻ്റെ പറമ്പിലെ കുളത്തിലാണ് പാമ്പിനെ കണ്ടത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുകയാണ്. മനസ്സമാനത്തോടെ പാമ്പിനെ കണ്ടോളൂ. രാജവെമ്പാലയാണ്, നീളം ഒട്ടും കുറവല്ല, 12 അടിയുണ്ട്. അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി ചേരുന്നു. പറയൂ അരുൺ. SKN കൊന്നക്കാട് മൈക്കയം സ്വദേശി വിജയന്റെ പറമ്പിലെ വീട്ടുപറമ്പിലെ കുളത്തിലാണ് ഈ ഒരു രാജവെമ്പാലയെ കണ്ടത്. ഇന്ന് വൈകുന്നേരം 5 മണിയോടെയായിരുന്നു. അവർ ഈ വീട്ടിലേക്ക് കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കുളമാണ്. ആ കുളത്തിൽ ഇന്ന് വൈകുന്നേരം എത്തിയപ്പോഴായിരുന്നു ഈ പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് ഓഫീസിൽ വിവരമറിയിച്ചു. അങ്ങനെ സെഷൻസ് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പാമ്പ് പിടുത്തക്കാരും അവിടെ എത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. 12 അടിയോളം നീളമുള്ള രാജവെമ്പാലയാണ്. കർണാടക കേരള അതിർത്തിയിലെ ഉൾവരത്തിലാണ് ഈ പാമ്പിനെ വിട്ടയച്ചിരിക്കുന്നത്. SKN. ഓക്കെ, ഇനി നമുക്ക് ബാലകൃഷ്ണൻ. സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുള്ള വിവാദ ലേഖനത്തിൽ നിലപാട് തിരുത്തി ഡോക്ടർ ശശി തരൂർ MP. സംസ്ഥാന സർക്കാർ പറയുന്ന റിപ്പോർട്ടുകളിൽ യാഥാർത്ഥ്യമില്ലെന്നാണ് ഡോക്ടർ തരൂരിൻ്റെ പുതിയ നിലപാട്. സർക്കാരിനെ പുകഴ്ത്തി ലേഖനം എഴുതിയ സമയത്ത് ഡോക്ടർ ശശി തരൂരിനെ പുകഴ്ത്താൻ ചാടി ഇറങ്ങിയവരൊക്കെ ഇപ്പോൾ വല്ലാതെ വെട്ടിലായിരിക്കുന്നു. നിലപാട് മാറ്റിയതോടെ തരൂരിനെ പുകഴ്ത്തിയവരും ഇനി അത് മാറ്റി പറയൂ. അഫ്സലിന്റെ ബാലകൃഷ്ണൻ. ഡൽഹിയിൽ കൂടിയ യോഗത്തിൽ ശശി തരൂർ കേരളത്തിനെ പൊക്കി പറഞ്ഞത് തിരുത്തി പറയാന്ന് തീരുമാനമായി. അപ്പം നമ്മൾ ഗ്രൂപ്പെല്ലാം മറന്ന് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടും. ശശി തരൂര് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും CPMകാർക്ക് ഇഷ്ടപ്പെട്ടത് ഈ അടുത്ത് പത്രത്തിൽ എഴുതിയ ലേഖനാണ്. അതിൻ്റെ പേരിൽ മൂപ്പരങ്ങനെ പൊക്കി പറഞ്ഞ് ആകാശത്തേക്ക് എത്തിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഈ തിരുത്തി പറച്ചിൽ. കോൺഗ്രസ് നേതൃത്വത്തിന് വഴങ്ങി ഡോക്ടർ ശശി തരൂർ MP കേരളത്തിന്റെ വ്യവസായ വളർച്ച സംബന്ധിച്ച ലേഖനത്തിൽ മലക്കം മറിഞ്ഞു. കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് വളർച്ച അവകാശവാദം മാത്രമെന്ന് ബോധ്യപ്പെട്ടെന്ന എക്സ്പോസ്റ്റ്. നിലപാട് മാറ്റം ഹൈക്കമാൻഡ് വിളിച്ച കേരള നേതാക്കളുടെ യോഗത്തിന് പിന്നാലെ. തരൂര് അറിയപ്പെടുന്ന ഒരു ചിന്തകനും എഴുത്തുകാരനും വാഗ്മിയും രാഷ്ട്രീയ തന്ത്രജ്ഞനും ഒക്കെയുള്ള അനുഭവ സമ്പത്തുള്ളൊരു വലിയ ലോകമറിയപ്പെടുന്നൊരു നേതാവാണ്. ഇനിയിപ്പോൾ ആ പുകഴ്ത്തി പറഞ്ഞവരൊക്കെ എന്ത് പറയും? എന്തൊക്കെ ബഹളമായിരുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 3ാം ടേമും അധികാരത്തിൽ വരുമെന്ന് ശക്തിയായിട്ട് വിശ്വസിക്കുന്നവർ വേറെ ആരുമല്ല. ഒന്നാമത്തെ അതിലാള് ശശി തരൂരാണ്. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്,
ഓലക്കര മൂട്. ഏതായാലും ഒരു മാസമെങ്കിലും സമയം കൊടുത്തിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കായിരുന്നു. 4 ടേം ലോകസഭാ മെമ്പറായ, നിരവധി അവാർഡുകൾ ലഭിച്ച, ലോകപ്രശസ്തനായിട്ടുള്ള ഒരു വിപ്ലവകാരി, ഒരു വിദ്യജീവി, എല്ലാവരും അദ്ദേഹത്തിന്റെ കഴിവിനെ അംഗീകരിക്കുമല്ലോ. അദ്ദേഹം ഒരു പരാമർശം നടത്തിയാൽ ഇങ്ങനെയാണോ സൂചിപ്പിക്കേണ്ടത്? എനിക്ക് അപ്പോഴേ തോന്നി എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. ഇതിലിപ്പോ ക്യാപ്സൂൾ ഇറക്കാനാണെങ്കിൽ ഒന്നിച്ചിറക്കാം. കാരണം മുന്നണിക്കാരൊക്കെ ഇതിൽ ഒറ്റക്കെട്ടായിരുന്നു. കേരളത്തിലെ ഗവൺമെന്റിന്റെ നടപടിയെപ്പറ്റിയും വ്യവസായ രംഗത്തെ പുരോഗതിയെപ്പറ്റിയും കോൺഗ്രസിന്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ തന്നെ ഇന്ന് ആവർത്തിച്ചു പറയുകയാണ്. ഇതാണ് വലിയ മാറ്റം. ആ വാക്കുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാഗതം ചെയ്യുന്നു. എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ചാടി അങ്ങോട്ട് ഇറങ്ങും. ആ സന്ദീപ് വാര്യരെ പറഞ്ഞതെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? എന്തേന്നു അന്നത്തേക്ക് ഒരവസ്ഥ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പൊക്കിപ്പറച്ചിൽ മാത്രല്ല, DYFIക്കാരുടെ വക മൂപ്പരൊരു സ്റ്റേജിൽ കൊടുന്നിരുത്തിയാലോന്നും ഒരാലോചന ഉണ്ടായി. ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചു. അദ്ദേഹം വളരെ പോസിറ്റീവായി 2 കാര്യങ്ങൾ പറഞ്ഞു. രണ്ടും വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, എന്നെ ക്ഷണിക്കാൻ കാണിച്ച മനസ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, വികസനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല. എനിക്ക് അങ്ങനെ ഒരു നിലപാടാണുള്ളത്. എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ. അതിനോട് അസഹിഷ്ണുത കാണിക്കുന്നവരുടെ മാനസികാരോഗ്യത്തെ അല്ലെങ്കിൽ മാനസിക നിലയല്ലേ നമ്മൾ പരിശോധിക്കേണ്ടേ? അപ്പം ഇനി ആര് ലേഖനം എഴുതിയാലും എഗ്രിമെൻ്റ് വെക്കാതെ പൊക്കി പറയരുത് എന്നുള്ളൊരു തീരുമാനത്തിൽ പാർട്ടി എത്തുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ക്യാപ്സൂൾ ഇറക്കി ഇടങ്ങേറാകും. ഇപ്പോൾ ഒരു വാർത്ത മേഘന മുരളി റിപ്പോർട്ട് ചെയ്യുന്നു. ആറ്റിങ്ങലിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച ഒരാൾ മരിച്ചു. ചിറക്കര സ്വദേശി ഉദയനാണ് മരിച്ചത്. പൂവൻപാറ പാലത്തിന് സമീപം ഉണ്ടായ അപകടത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ആറ്റിങ്ങൽ ഭാഗത്തു നിന്ന് കൊല്ലം ഭാഗത്തേക്ക് പോയ ഉദയനും ഭാര്യയും സഞ്ചരിച്ച ബൈക്കും എതിർദിശയിൽ വന്ന ആൾട്ടോ കാറുമാണ് കൂട്ടിയിടിച്ച്. ഒപ്പം ഉണ്ടായിരുന്ന ഭാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സങ്കടകരമായ വാർത്തയോടെ വേണം നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാൻ. പ്രൈം ടൈം വിത്ത് SKN ഇന്ന് പൂർത്തിയാകുന്നു. എല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.